ഇതുവരെ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ കോൾ ഇന്നലെ രാത്രി വൈകി വന്നു എന്നുള്ളതാണ്. ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അവസാനഘട്ട നിലപാട് കൂടി അറിയാനാണ് സോണിയാഗാന്ധി വിളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അർത്ഥത്തിൽ ജനവികാരം സതീഷിനൊപ്പമാണ്, അതുകൊണ്ട് തന്നെ സതീഷിനെ ആക്കുന്നതായിരിക്കും നല്ലതെന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു സാദിഖ് അലി തങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നതാണ് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലീഗ് ഒരു ഘട്ടത്തിൽ പോലും വി ഡി സതീശൻ അനുകൂല നിലപാടിൽ മാറിയിട്ടില്ല. അത് അവസാനം വരെയും നിലനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അത് അഭിപ്രായം തേടുക മാത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. കാരണം അവർ ഇന്നത്തെ 11 മണിയോട് മീറ്റിംഗോടുകൂടി ഡൽഹിയിൽ തീരുമാനമാകുന്നു എന്നാണ് അറിയുന്നത്. അതേസമയം അതിന് മുന്നോടിയായി എല്ലാവരുടെയും, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നേതാക്കളുടെയും കേട്ടതുപോലെ തന്നെ ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം തേടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാദിഖ് അലി തങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചുള്ള നിലപാടിൽ മാറ്റേണ്ട യാതൊരു സാഹചര്യവുമില്ല നിലവിലെന്ന് തന്നെയാണ്. മാത്രമല്ല ഒരുപക്ഷെ UDF-ന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെയും UDF-ന്റെ പൊതുവായ പ്രവർത്തകരുടെയും ജനങ്ങളുടെ വികാരം അതാണെന്നിരിക്കെ എന്തായാലും ലീഗിന്റെ നിലപാടിന് കൂടുതൽ പിന്തുണയുയർന്ന സാഹചര്യം പൊതുവിൽ ഉണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടുള്ള തീരുമാനം, അവസാനമായിട്ടുള്ള നിലപാട്, അവസാനമായിട്ടുള്ള അഭിപ്രായം, മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ്? സോണിയാഗാന്ധി പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി നടത്തിയ സംഭാഷണത്തിൽ എന്താണ് ലീഗിന്റെ നിലപാട്, എന്താണ് ലീഗിന്റെ അഭിപ്രായം? ഇവിടെ ലീഗിന്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ലീഗിന്റെ ആവശ്യമല്ല പറഞ്ഞിരിക്കുന്നത് ലീഗിന്റെ അഭിപ്രായമാണ്. ലീഗിന്റെ അഭിപ്രായത്തിനുള്ള മാനദണ്ഡം എന്താണ്? ലീഗിന്റെ അഭിപ്രായത്തിനുള്ള മാനദണ്ഡം കേരളത്തിന്റെ പൊതുവികാരമാണ്. ആ വികാരം എന്താണോ അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഹൈക്കമാൻഡിനെ അത് അറിയിച്ചതോടൊപ്പം ലീഗ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എന്താണോ അതോടൊപ്പമാണ്. മനസ്സിലായില്ലേ? അതോടൊപ്പമാണ്. ഇവിടെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള രീതിയിൽ കോൺഗ്രസിനാണ് അവകാശങ്ങൾ, അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ലീഗിന്റെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം കേൾക്കാൻ ഈ പറയുന്ന മാത്യു കുഴൽനാടനോ അല്ലെങ്കിൽ MM ഹസനോ പോലെയുള്ള ചൊറിച്ചിൽ ടീമുകളല്ല അഭിപ്രായം കേൾക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അഭിപ്രായം കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാണ്, പറയാൻ ലീഗും തയ്യാറാണ്. അത് പറഞ്ഞിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ലീഗിന്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. ലീഗ് അഭിപ്രായം പറയണ്ടെന്നല്ല, ലീഗ് പറഞ്ഞിട്ടുണ്ട്. ലീഗിന്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്, ഹൈക്കമാൻഡ് കേട്ടിട്ടുണ്ട്, ലീഗ് പറഞ്ഞിട്ടുണ്ട്. സതീശനാണ് വികാരം എന്നുള്ളത് ലീഗ് പറഞ്ഞിട്ടുണ്ട്. സതീശനാണ് വികാരം എന്നുള്ളത്, ആ വികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ ഉത്തരവാദിത്വം. കാരണം വലിയ ഒരു വിജയം സമ്മാനിച്ച മുസ്ലിം ലീഗ് എന്ന് പറയല്ല, ഈ കേരളത്തിലെ ജനം, ആ ജനത്തിന്റെ വികാരം എന്താണെന്ന് ബോധ്യപ്പെട്ടതാണ്, ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടതാ. ഹൈക്കമാൻഡ് പല രീതിയിൽ ആ വികാരം അറിയാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് ബോധ്യപ്പെട്ടതാ. അവിടെ ഒന്നുകൂടി ആധികാരികമായിട്ട് ഘടകകക്ഷികൾ കൂടി കേട്ടിട്ട് എന്താണ് തീരുമാനം എന്നുള്ളത് പറയുക. എന്താണെങ്കിലും പറയണം, എത്രയും പെട്ടെന്ന് പറയണം, ഇന്ന് തന്നെ പറയണം എന്നുള്ളതാ. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇവിടെ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാനുള്ള കൃത്യമായ കാരണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങ് മുകളിൽ നിന്ന് താഴോട്ട് വരെ UDF സ്ഥാനാർത്ഥികളുടെ വിജയങ്ങൾ, അത് മുസ്ലിം ലീഗിൻ്റെതാവട്ടെ, കോൺഗ്രസിൻ്റെതാവട്ടെ, ഇനി സ്വതന്ത്രരാവട്ടെ, ഇനി മറ്റുള്ള ആരെങ്കിലും ആകട്ടെ, ആരുമായിക്കോട്ടെ, ഇവരുടെയൊക്കെ വിജയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പങ്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. മുസ്ലിം ലീഗ് പണിയെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണോ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ, UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണോ എന്നൊന്നും നോക്കിയിട്ടല്ല, മറിച്ച് ഈ ടീം UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് നോക്കിയിട്ടാ. അപ്പോ അങ്ങനെ പണിയെടുത്ത ഒരു പാർട്ടി, ഈ മുന്നണിയിലെ രണ്ടാം കക്ഷി, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിപ്രായമുണ്ട്, അഭിപ്രായം പറയാൻ തയ്യാറാണ്, പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാൻ വേണ്ടപ്പെട്ട ആളുകളൊക്കെ അത് കേട്ടിട്ടുമുണ്ട്, പരിഗണിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ പറയുന്ന ഈ ഞാഞ്ഞൂലുകൾ പറയുന്നത് അത് നമുക്കിവിടെ വിഷയമല്ല. ഞാഞ്ഞൂലുകൾക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാകും, അവരത് പറഞ്ഞോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാഞ്ഞൂലുകൾ പറഞ്ഞത് കൊണ്ടോ ഇനി ഈ MLA ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോ MLA മറ്റ് സതീശനല്ലാത്ത പേരുകളിലേക്ക് പോകുന്ന MLA അവരൊരു കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ MLA ആയത് എങ്ങനെയാണ്? നിങ്ങളെ MLA ആക്കിയത് ആരാണ്? നിങ്ങളെ MLA ആക്കിയ ആളുകൾക്ക്, ജനങ്ങൾക്ക്, പൊതുജനത്തിന് അവർക്കെന്താണ് അഭിപ്രായം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി നിങ്ങളെ MLA ആക്കാൻ പണിയെടുത്ത
ആളുകളുണ്ടല്ലോ, അവരുടെ അഭിപ്രായം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോ സന്ദീപ് വാര്യർ, ഞാനൊരു ഉദാഹരണം പറയാം. തൃക്കരിപ്പൂരില് സന്ദീപ് വാര്യർ, ആ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ നിന്ന് വിജയിച്ച് കയറാൻ ഏറ്റവും അധികം പണിയെടുത്ത ആളുകളാരാ? ഏറ്റവും അധികം പണിയെടുത്ത ആളുകളാരാ? ഈ ഏറ്റവും അധികം പണിയെടുത്തവരുടെ കൂട്ടത്തിൽ ഒന്നാമതുള്ളതാരാ? ആരാ? അപ്പൊ സ്വാഭാവികമായിട്ടും ലീഗ് പറയുന്നത് ലീഗിന്റെ അഭിപ്രായമാ. ആ അഭിപ്രായം സ്വരൂപിച്ചത് എങ്ങനെയാ? അത് ജനവികാരം എന്താണ് എന്ന് നോക്കിയിട്ടാ. അതിനപ്പുറം അത് ലീഗിന്റെ ആവശ്യമല്ല. അതാണ് അഭിപ്രായവും ആവശ്യവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, മനസ്സിലാക്കണം. അപ്പോൾ ഈ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞ, സന്ദീപ് വാര്യർ ഇന്നാളെ പിന്തുണച്ചു എന്നൊന്നല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ് MLA ആയിട്ടുള്ള സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പണിയെടുത്ത ആളുകൾ അല്ലേ? ഇനി നിങ്ങളൊരു കാര്യം നോക്ക്. സന്ദീപ് വാര്യർ തിക്കരിപ്പൂരില്, VS ജോയി എവിടെ? ഇങ്ങ് തവനൂരില്, KP നൗഷാദ് അലി പൊന്നാനിയില്. ഇവരൊക്കെ വിജയിച്ച് കയറുമ്പോൾ അവിടെ ലീഗിന്റെ വോട്ടുകൾക്ക് യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? VS ജോയി എന്ന് പറയുന്ന തവനൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രഖ്യാപിച്ചപ്പോൾ പാണക്കാട്ട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് എന്തറിയോ? ലീഗിന് 27 സ്ഥാനാർത്ഥികളുള്ളത്, ഇപ്പോ അത് 28 അങ്ങനെ കണ്ട് പണിയെടുത്തതാ. അവിടെ പിന്നെ ലീഗുകാരന് വേറൊരു സ്വാർത്ഥ താല്പര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ഒരു പ്രതികാരത്തിന്റെ കഥയാ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, VD സതീശനാണ് കേരളത്തിന്റെ പൊതുവികാരം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ളതാ. ഈ ബോധ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം കേരളത്തിലേക്ക് മുന്നിലേക്ക് വെച്ചാൽ ആ പൊതുവികാരത്തിനൊപ്പമുള്ള തീരുമാനമാണ് കേരളത്തിന്റെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ഈ ഇത്രയും ദിവസം മെയ് 4 മുതൽ ഇപ്പം മെയ് 13 വരെ ഈ ഇത്രയും ദിവസം ആര് എന്തേ ആയോ ഇല്ലേ, ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ചില 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 അവിടെ ഇവിടെയും ഒക്കെ ഒരു നിരാശകളോ അല്ലെങ്കിൽ ചില വേദനകളൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. കൃത്യമായിട്ട് ഈ പറയുന്ന എല്ലാ എന്താ പറയേണ്ടത്, പോരായ്മ യെസ്, അതാണ് വാക്കിന് പറ്റിയ പോരായ്മ. ആ പോരായ്മകളെ, ആ ന്യൂനതകളെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് അവസാന മിനുക്ക് പണി എന്നൊക്കെ പറയാറില്ലേ, അവസാനഘട്ട മിനുക്ക് പണി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ഡിസിഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള അവസാന അഭിപ്രായം തേടല് അത് സോണിയാഗാന്ധി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലീഗിനെ അങ്ങനെ മാറ്റി നിർത്താനല്ല, ലീഗിന് റോളുണ്ടോ എന്നല്ല അവർ ചിന്തിച്ചത്. ലീഗിന് റോളുണ്ട്, അതുകൊണ്ട് അവരെ കേൾക്കണം എന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് അത്തരത്തിലൊരു സംഭാഷണം നടത്തിയിട്ടുള്ളത്. ആ സംഭാഷണത്തിൽ ലീഗിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും ലീഗിൻ്റെ ഒരു നേതൃതല യോഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി വരും. ഞാൻ കരുതുന്നത് സതീശനിലേക്ക് എത്തി നിൽക്കുന്നു, അത് പ്രഖ്യാപനത്തിൻ്റെ ഒരു താമസം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും അപ്പോൾ ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം എനിക്കൊരു അഭിപ്രായമുള്ളതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കൊരു അഭിപ്രായമുള്ളതുപോലെ സതീശനാവണമെന്ന് അഭിപ്രായം പറയുന്ന ആളുകളെ പോലെ തന്നെ ഇനി KC വേണുഗോപാൽ ആവണമെന്ന് പറയുന്നവർക്കും അഭിപ്രായമുണ്ട്. അവരുടെ അഭിപ്രായത്തൊന്നും നമ്മൾ ചോദ്യം ചെയ്യില്ല. പക്ഷേ അതിന് മാനദണ്ഡങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ MLA-മാരുടെ പിന്തുണ എന്നതാണ് മാനദണ്ഡമെങ്കിൽ, ഈ MLA-മാരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ലക്ഷക്കണക്കായ ആളുകളുടെ പിന്തുണ അത് സതീശനാണ് എന്നുള്ളത് ആരും മറക്കണ്ട. അതാ പറയാനുള്ളത്. ആരും അഭിപ്രായം പറയുന്നതിനൊന്നും നമ്മൾ വിയോജിപ്പില്ല, അഭിപ്രായം പറയണ്ടെന്നും പറയുന്നില്ല. പക്ഷെ അഭിപ്രായങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണമല്ലോ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം പ്രവർത്തിച്ച ആളുകൾ ഒരുപാടുണ്ട്. അത് സതീശനുണ്ട്,
KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഷാഫി പറമ്പിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എനിക്ക് തോന്നുന്നു 10-50 മണ്ഡലങ്ങളിൽ ആ മനുഷ്യൻ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അവിടെയും ജനം വോട്ട് ചെയ്യുമ്പോൾ ഒറ്റ മാനദണ്ഡം ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്നറിയോ? ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വ്യക്തി അത് സതീശന് വേണ്ടിയിട്ട് കൈപൊക്കുന്ന വ്യക്തി ആയിരിക്കണം എന്നുള്ള മാനദണ്ഡം. അപ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതങ്ങൾ അത് ഈ പാർട്ടി നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ജനവികാരത്തിനോടൊപ്പം നിന്നുള്ള അഭിപ്രായമാണ്, നിലപാടാണ്. അതിനപ്പുറം മുസ്ലിം ലീഗ് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് കണ്ടീഷൻ വെച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പറഞ്ഞത് അഭിപ്രായമാണ്. അതിനെ ആരും ആവശ്യങ്ങളായിട്ടോ കണ്ടീഷനുകളായിട്ടോ ആരും കാണേണ്ടതില്ല. ഇനി അതും പറഞ്ഞിട്ട് ലീഗിൻ്റെ നെഞ്ചത്തോട്ട് ആരെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ ലീഗിൻ്റെ പ്രവർത്തകർക്ക് അറിയും. ലീഗിന് അഭിപ്രായം പറയാനുള്ളത് തന്നെയാണ്. ഇനി അഭിപ്രായം പറയാൻ അവിടെ സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം 102 പേരുടെയും വിജയത്തിൽ ലീഗിന് കൃത്യമായ സ്വാധീനമുണ്ട്. ആ 102 ആളുടെയും വിജയത്തിൽ മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളൊന്നുമല്ല. ഇന്നലെ നിങ്ങൾ പാണക്കാട്ടെ മുറ്റത്ത് ജീവിതത്തിൽ 75 വയസ്സുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പാണക്കാട്ടെ മുറ്റത്തെത്തിയിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ മനുഷ്യൻ്റെ ബോധ്യങ്ങളാ. തൻ്റെ വിജയത്തിൽ ഇവരൊരു പണി എടുത്തിട്ടുണ്ട്, തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഇവർ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ലീഗിന് സ്പേസ് ഉണ്ടോ? ലീഗിന് എന്താ പറയാൻ അവകാശം? അങ്ങനെയല്ല. ലീഗിന് പറയാൻ അവകാശം ഉണ്ടോ? ഇനി ലീഗിന് മാത്രമല്ല, ഈ പറയുന്ന UDFിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് ഒരേ ഒരു MLA മാത്രമുള്ള RMPI എന്ന് പറയുന്ന KK രമയുടെ പാർട്ടിക്കും അവകാശമുണ്ട്. അവരും ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടങ്ങളിൽ ഈ അഭിപ്രായങ്ങൾ പറയരുത് എന്നൊന്നും പറയുന്നതല്ല. അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ആവശ്യം മുന്നോട്ട് വെച്ചതല്ല എന്നും തിരിച്ചറിയാൻ കഴിയണം. അത് ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ ലീഗ് പറഞ്ഞതാണ്. കാരണം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല വോട്ട് ചെയ്തത്. ലീഗുകാരൻ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ലീഗുകാരൻ കൈപ്പത്തിയും കോണിയുമല്ലാത്ത അടയാളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. വടകരയിലെ ലീഗുകാരൻ ചെയ്തത് KK രമക്ക. അവിടെ ചിഹ്നം കൈപ്പത്തി ആയിരുന്നില്ല, അവിടെ ചിഹ്നം കോണി ആയിരുന്നില്ല. KK രമയുടെ ചിഹ്നം ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ KK രമക്ക് വോട്ട് ചെയ്യുമ്പോൾ ചിഹ്നം കൈപ്പത്തി ആയിരുന്നില്ല, കോണി ആയിരുന്നില്ല, എന്നിട്ടും വോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, ലീഗുകാരൻ്റെ അഭിപ്രായം അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായിട്ട് സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. അത് ലീഗുകാരൻ്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയണമെന്ന് സോണിയാഗാന്ധിക്ക് നിശ്ചയമുണ്ടല്ലോ. സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടല്ലോ. ലീഗുകാരന് അഭിപ്രായം ഇല്ല എന്നുള്ളതല്ലല്ലോ, ലീഗുകാരന് അവകാശമില്ല എന്നുള്ളതല്ലല്ലോ സോണിയാഗാന്ധിയുടെ നിലപാട്. സോണിയാഗാന്ധിയുടെ നിലപാട് ലീഗുകാരന് അഭിപ്രായമുണ്ട്, അത് കേൾക്കണം, അത് പരിഗണിക്കണം, അത് ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ലീഗിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ലീഗിൻ്റെ ആവശ്യമല്ല. അപ്പോൾ അവിടെ ലീഗിൻ്റെ അഭിപ്രായം പറയുമ്പോൾ ലീഗിന് എന്താ മാനദണ്ഡം? അത് ജനം എന്താണ് ചിന്തിക്കുന്നത്, ജനവികാരം എന്താണ് എന്നുള്ളത് മാനിച്ചു കൊണ്ടുള്ള അഭിപ്രായമാണ് ലീഗ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കൃത്യമായിട്ട് ജനം ആഗ്രഹിക്കുന്നത് സതീശനെയാ. ജനം വോട്ട് ചെയ്തത് സതീശനെ കണ്ടിട്ടാ, സതീശന്റെ നിലപാടുകൾ കണ്ടിട്ടാ, സതീശന്റെ കാഴ്ചപ്പാടുകൾ കണ്ടിട്ടാ. അതോടൊപ്പം നിൽക്കുന്നു ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ നിലപാട് ജനവികാരത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്.